ഹലോ മക്കളെ, അപ്പം മിസ്സിൻ്റെ മക്കൾ എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിലിരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ, അപ്പം നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ചപ്പോൾ നമ്മുടെ ലക്ഷ്യ ബാച്ചിലും നമ്മളുടെ എക്സാമിനറിൻ്റെ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ട് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എക്സാംസൊക്കെ അടിപൊളി ആയിട്ട് എഴുതാൻ പറ്റി. നിങ്ങൾ ഫുൾ സന്തോഷത്തോടെ ഫുൾ A+ ഉറപ്പിച്ചിരിക്കുകയെന്ന് മിസ്സിനറിയാം. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ മക്കൾ എല്ലാവരും തന്നെ +1 പോവാണ്. ആൻഡ് മിസ്സിന് ആ ഒരു വിഷമമുണ്ട്. അപ്പോൾ നമ്മുടെ ബയോളജി എക്സാം കഴിഞ്ഞപ്പോൾ ഇനി എൻ്റെ മക്കളെ ഇനി SSLCയിൽ പഠിപ്പിക്കാൻ പറ്റില്ല അല്ലേ? ഇനി നിങ്ങളെല്ലാവരും +1. അപ്പോൾ അതിൽ കുറേ പേര് സയൻസ് എടുക്കും, ചിലവർ കമ്പ്യൂട്ടർ സയൻസ് എടുക്കും. അപ്പോൾ ബയോ സയൻസ് എടുത്തവരെ മാത്രമേ മിസ്സിന് ഇനി പഠിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? കമ്പ്യൂട്ടർ സയൻസ് എടുത്തവർക്ക് ബയോളജി ഉണ്ടാവില്ല. പിന്നെ കൊമേഴ്സ് എടുക്കും, ഹ്യൂമാനിറ്റീസ് എടുക്കും. അപ്പോൾ കുറച്ച് പേര് മിസ് എന്തായാലും മിസ് ചെയ്യും. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, കാരണം നിങ്ങളെല്ലാവരും എന്നും മിസ്സിൻ്റെ മക്കൾ തന്നെ ആയിരിക്കും. നിങ്ങളെല്ലാവരുടെയും മെസ്സേജസും എല്ലാം മിസ്സിന് കാണാനും നിങ്ങളുടെ മെസ്സേജസൊക്കെ വായിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് ആഗ്രഹം അതെടുക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും SSLC ഒക്കെ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ SSLC ഇപ്പോൾ ബയോളജിയിലാണെങ്കിൽ 8 ചാപ്റ്റർ, കെമിസ്ട്രിയിലാണെങ്കിൽ 7 ചാപ്റ്റർ, ഫിസിക്സിൽ 6, 8 അങ്ങനെ എൻ്റെ കുട്ടിക്ക് വളരെ കുറച്ച് സബ്ജക്ട്സ്, കുറച്ച് ചാപ്റ്റേഴ്സേ ഉള്ളൂ. സിമ്പിളായിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ SCRT ആണല്ലേ, നമ്മൾ സ്റ്റേറ്റ് സിലബസ് ആണ് പഠിച്ചത്. പക്ഷേ നമ്മളിനിയിപ്പോൾ ബയോളജി സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ +1 എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സിലബസ് മാറുകയാണ്. നമ്മളെന്താവും NCERT ആയിരിക്കും പഠിക്കാൻ പോകുന്നത്. ആൻഡ് NCERT നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും, അത് ഇച്ചിരി കടുപ്പാണ്. ഓക്കെ, കാരണം CBSEക്കാർ 10 വരെ വന്നത് NCERTയിലാണ്. അപ്പോൾ കുറച്ചൊരു കടുപ്പാണ്. പക്ഷേ എൻ്റെ മക്കൾക്ക് പറ്റാത്തതാണോ? അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മൾ ഈ SCRT എന്ന് പറയുന്ന ട്രെയിനിൽ നിന്ന് NCERT എന്ന് പറയുന്ന നമ്മളുടെ സെൻട്രൽ ബോർഡിൻ്റെയാണ് നമ്മളുടെ +1 +2. അപ്പോൾ നമ്മൾ ആ ട്രെയിനിലേക്ക് കയറുമ്പോൾ പാളം തെറ്റിപ്പോവാതെ കറക്റ്റ് ട്രാക്കിലേക്ക് നിങ്ങൾ കയറുകയാണെങ്കിൽ ഈസിയാണ്, കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് പോകും. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരു അസിസ്റ്റൻസ് വേണം. നിങ്ങൾക്കെല്ലാം നിങ്ങളിങ്ങനെ വായി ഉരുട്ടി തരണം എന്നല്ല മിസ് പറഞ്ഞു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എൻ്റെ മക്കൾ പഠിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് അസിസ്റ്റൻസ് ആണ് വേണ്ടത്, നിങ്ങൾക്ക് സഹായമാണ് വേണ്ടത്. നിങ്ങളെ കൈപിടിച്ച് ആ ഒരു ട്രാക്കിലേക്കൊന്ന് കയറ്റി വിട്ടാൽ മതി, പിന്നെ ട്രെയിൻ പോകുന്നത് പോലെ അങ്ങ് പൊക്കോളും. അപ്പോൾ അങ്ങനെ നിങ്ങളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ +1 അഗ്നി ബാച്ച് ഉണ്ട്. ഇപ്പോൾ ബയോളജിയിൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ 10th നമുക്ക് ആകെ 8 ചാപ്റ്ററേ ഉള്ളൂ. പക്ഷേ നമ്മൾ +1 എത്തുമ്പോൾ നമുക്ക് 22 ചാപ്റ്ററാണ്. അപ്പോൾ ചാപ്റ്ററിൻ്റെ എണ്ണത്തിൽ തന്നെയുള്ള ആ കൂട്ടിൽ നോക്കിക്കേ, അത്രയും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലും എല്ലാം പഠിക്കാനുണ്ട്. ആൻഡ് നമുക്കിപ്പോൾ ഓരോ ചാപ്റ്റർ SSLCയിൽ എടുത്തുമ്പോൾ കുഞ്ഞു ചാപ്റ്റേഴ്സാണ്, ആകെ കുറച്ചേ ഉള്ളൂ. ഒരു മണിക്കൂറിൽ ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ +1 അങ്ങനെയല്ല. മിസ് എൻ്റെ മക്കളൊന്നും പേടിപ്പിക്കുകയല്ല, പക്ഷെ അങ്ങനെയല്ല. അപ്പം നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമ്മളുടെ അഗ്നി ബാച്ചിൽ നിങ്ങളുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ +1 അഗ്നി ബാച്ച് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളെ അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫുൾ സിലബസ് ക്ലാസ് ഉണ്ടാകും. പ്ലസ് നമ്മളുടെ ഫ്രീ നോട്ട്സ്, ചാപ്റ്റർ വൈസ് നോട്ട് ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിൻ്റെ നോട്ട്സ് ഉണ്ടാകും. ആൻഡ് ലൈവ് ക്ലാസ്സും റെക്കോർഡർ ക്ലാസ്സും ഉണ്ടാകും. നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. എക്സാമിനറിൻ്റെ ഈ കംപ്ലീറ്റ് ബുക്ക് സെറ്റ് ഉണ്ടാകും. ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് എത്ര രൂപയ്ക്കാണെന്നറിയാമോ? ഇപ്പോഴാണെങ്കിൽ 4000 രൂപയ്ക്ക് കിട്ടും. നിങ്ങൾ കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ കുറച്ച് പേരെങ്കിലും എന്താണ് ഇതിൽ കാര്യമായിട്ട് കിട്ടുന്നത് എന്ന് ഡീറ്റെയിൽഡായിട്ട് ചോദിച്ചിരുന്നു. അവർക്ക് കൂടി വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. നമ്മളുടെ ബാച്ചിന് 6000 രൂപയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് സമയത്തേക്ക് നമുക്ക് 4000 രൂപയ്ക്ക് കിട്ടും. പക്ഷേ ഇത് എപ്പോൾ വേണമെങ്കിൽ 6000 ആവാം. അതെപ്പോഴാണെന്ന് സത്യമായിട്ട് മിസ്സിന് അറിയില്ല. എപ്പോൾ വേണമെങ്കിൽ 6000 രൂപയിലേക്ക് മാറാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇപ്പോൾ 4000 രൂപയ്ക്കാണ് നമ്മളെ +1 അഗ്നി ബാച്ച് കിട്ടാൻ പോകുന്നത്. നമ്മുടെ SSLC എന്തായാലും ഫുൾ A+ ഒക്കെ വാങ്ങിക്കും. പക്ഷേ +1 എത്തിക്കഴിഞ്ഞാൽ ഫുൾ മാർക്കാണ്. അവിടെ A+നേക്കാൾ മുകളിൽ ഫുൾ മാർക്കാണ്. നമ്മൾ എക്സാമിനറിൻ്റെ കൂടെ പഠിച്ച മക്കൾ ഇപ്പോൾ തന്നെ ഫുൾ മാർക്ക് ഉറപ്പിച്ചു. അപ്പോൾ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് +1 22 ആയിക്കോട്ടെ, 30 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിലും എക്സാമിനറിൻ്റെ കൂടെയാണ്, നമ്മുടെ +1 അഗ്നി ബാച്ചിൻ്റെ കൂടെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും തന്നെ ഫുൾ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മളെ ലൈവ് ക്ലാസ്സും നമ്മളെ മാരത്തൺ ക്ലാസ്സുകളൊക്കെ കണ്ടപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും, മിസ് ആയിക്കോട്ടെ, അലക്സ് സാർ ആയിക്കോട്ടെ, അലൻ സാർ ആയിക്കോട്ടെ, മിഥില മിസ് ആയിക്കോട്ടെ, നമ്മളെ റോസിൻ മിസ് ആയിക്കോട്ടെ, ഞങ്ങളെല്ലാവരും എന്തും ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടത്
തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടത് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഫുൾ മാർക്കിൽ കുറഞ്ഞൊന്നും തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് തരില്ല. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി, നിങ്ങൾ നമ്മുടെ ഒരുമിച്ചുണ്ടായാൽ മതി, നമ്മളുടെ എക്സാമിനാണ്ട് അഗ്നി ബാച്ചിലുണ്ടായാൽ മതി, പിന്നെ എല്ലാം ഞങ്ങൾ ഏറ്റു. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ അഗ്നി ബാച്ച്. ഇനി കുറേ പേര് ചോദിക്കുന്നുണ്ട്, മിസ് എനിക്ക് ഡോക്ടർ ആവാനാണ്, മെഡിക്കൽ ഫീൽഡിലോട്ട് പോകാനാണ് ആഗ്രഹം, അല്ല എൻജിനീയർ ആവാനാണ് ആഗ്രഹം, അപ്പോൾ എന്താ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ എൻ്റെ മക്കൾ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലേക്ക് എന്താവാൻ, ഇപ്പോൾ നഴ്സ് ആവാനാണെങ്കിലും എന്ത് ഫീൽഡിലേക്ക് നിങ്ങൾ പോകണമെങ്കിലും നിങ്ങളൊരു എക്സാം എഴുതണം. അതാണ് നമ്മളുടെ നീറ്റ് എക്സാം. നീറ്റ് എക്സാം നിങ്ങൾക്ക് പൈസയൊന്നും കൊടുക്കാതെ ഗവൺമെൻറ് കോളേജസിൽ കയറാനുള്ള ഒരു എൻട്രൻസ് എക്സാമിനേഷനാണ്. ഓക്കെ, അപ്പോൾ ഈ നീറ്റ് എക്സാം എഴുതിയാലാണ് അപ്പോൾ നിങ്ങൾക്ക് MBBSന് സീറ്റ് കിട്ടണമെങ്കിൽ, നഴ്സിങ്ങിന് സീറ്റ് കിട്ടണമെങ്കിൽ, അങ്ങനെ മെഡിക്കൽ ഫീൽഡിലേക്ക് നിങ്ങൾ എന്തിനൊക്കെ പോകണോ നിങ്ങൾക്ക് ഇത് വേണം. ഓക്കെ, അതുപോലെ എൻജിനീയർ ആവാൻ താല്പര്യമുള്ളവർക്കാണ് നമ്മളുടെ കീം എക്സാം. അപ്പോൾ ഈ നീറ്റും കീമും ഞങ്ങൾ എങ്ങനെയാണ് എഴുതിയെടുക്കേണ്ടത്, എപ്പോഴാണ് എഴുതിയെടുക്കേണ്ടത്? എൻ്റെ മക്കളുടെ +1 +2 കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ 2 എൻട്രൻസ് എക്സാമും എഴുതാൻ പറ്റുക. അപ്പോൾ ഈ എക്സാമിൻ്റെ സിലബസ് എന്താ? അപ്പോൾ നമുക്ക് പബ്ലിക് എക്സാമിന് ഒരു സിലബസ് ഉണ്ടാവും അല്ലേ, അതേപോലെ തന്നെ ഈ എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ്. +1 +2 +1 +2ൽ നമ്മൾ പഠിക്കുന്ന എല്ലാ ചാപ്റ്റേഴ്സും അത് തന്നെയാണ് എക്സാമിന് ചോദിക്കുക. പക്ഷേ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് കുറച്ചധികം കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ സെപ്പറേറ്റ് കോച്ചിങ് വേണം. പിന്നെ നമ്മൾ എക്സാമിന് എഴുതുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവായിട്ട് essay ഒന്നല്ല എഴുതൽ, 1 word ക്വസ്റ്റ്യൻസ് ആണ്, MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതിനൊക്കെ പ്രാക്ടീസ് ചെയ്യാനും അതിൻ്റെ കോച്ചിങ് ഒക്കെ വേറെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ ട്രെയിൻ ഓടിക്കാം. അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ +1 പൃഥ്വി ബാച്ച്. നമ്മളെ നീറ്റിലും കീമും എക്സാമൊക്കെ എഴുതാൻ താല്പര്യമുള്ള നമ്മളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളെ പൃഥ്വി ബാച്ച് ഇത് നമ്മളുടെ സ്റ്റേറ്റ് സിലബസിനും അതുപോലെ തന്നെ CBSE-കാർക്കും എല്ലാവർക്കും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഗ്നി ബാച്ചും കിട്ടും, നമ്മളെ +1 എല്ലാ ഫീച്ചേഴ്സും കിട്ടും, പ്ലസ് നീറ്റ് ആൻഡ് കീം കോച്ചിങ് സെപ്പറേറ്റ് കിട്ടും. ഓക്കെ, ഇതിന് എൻ്റെ മക്കൾക്ക് 9,000 ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സ് എല്ലാം പഠിച്ചത്. 9,000 രൂപയ്ക്കാണ് നമ്മുടെ പൃഥ്വി ബാച്ചിൽ. പക്ഷേ ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അത് 6,000 ആക്കിയിട്ടുണ്ട്, കുറച്ചിട്ടുണ്ട്. കാരണം ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് പഠിക്കുക, ഡോക്ടർ ആവാൻ പഠിക്കുക, എൻജിനീയർ ആവാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ചിലവ് കൂടിയ പണിയാണ്. ഇതിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് തന്നെ ഒരുപാട് പൈസ ആണ് പുറത്തേക്ക്. നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും, ചിലപ്പോൾ ലക്ഷങ്ങളാണ് ഈ കോച്ചിങ്ങിന് വേണ്ടിയിട്ട്, ഒരു മാസത്തെ കോച്ചിങ്ങിനൊക്കെ ലക്ഷങ്ങളാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു സാധാരണ ഫാമിലി, മിസ് ഒരു സാധാരണ ഫാമിലിയിൽ ജനിച്ച ആളാണ്, മിസ് ഒരു സാധാരണക്കാരിയാണ്. അപ്പോൾ അതേപോലെ ഉള്ളവർക്ക് ഇപ്പം മിസ്സിനോട് അന്ന് പറയാം എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹമില്ലായിരുന്നു, മിസ്സിനോട് അന്ന് പറയാം ഡോക്ടർ ആവണം എന്ന് പറഞ്ഞാൽ എൻ്റെ പാരൻസിന് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല. കാരണം അത്ര അധികമാണ് അതിൻ്റെ ഫീസ്, അതിൻ്റെ ചിലവ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക്, നമ്മളുടെ കഴിവുള്ള കുട്ടികളാണല്ലേ നിങ്ങളെല്ലാവരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ക്വാളിറ്റിയിൽ പഠിക്കണം. ഏറ്റവും അടിപൊളി ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി കിട്ടാൻ പോകുന്നത്, അത് ഇത്രയും കുറഞ്ഞ പൈസയ്ക്ക്. അപ്പോൾ എൻ്റെ മക്കൾക്ക് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. +1 അഗ്നിയുടെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, +1 അഗ്നിയുടെ ക്ലാസ്സസും ഉണ്ടാവും. എക്സ്ട്രാ ആണ് നിങ്ങൾക്ക് നീറ്റ് ആൻഡ് കീം കോച്ചിങ് ഉണ്ടാവുക കേട്ടോ. എല്ലാ ഫീച്ചേഴ്സും അഗ്നി ബാച്ചിന് ഉണ്ടാവും. നീറ്റ് ആൻഡ് കീമിൻ്റെ എക്സ്ട്രാ ക്ലാസ്, നീറ്റ് വേണ്ടവർക്ക് നീറ്റ്, കീമ് വേണ്ടവർക്ക് കീമ്, ഇനി രണ്ടും വേണ്ടവർക്ക് അതും ഉണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനാണിത്, DPP. നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് എക്സാമിന് മിസ് പറഞ്ഞു ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാമാണ്, എല്ലാവരും എഴുതുന്ന കോമ്പീറ്റ് ചെയ്യുന്നൊരു എക്സാമാണ്. കാരണം ഗവൺമെൻറ് കോളേജസിൽ, മെഡിക്കൽ കോളേജസിൽ, എയിംസ് ഡൽഹിയിലൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് നമ്മൾ ചെറുതായ രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ പോരാ, നമ്മൾ നല്ലതായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് മിസ് തന്നെ പറഞ്ഞിട്ട്, ഇപ്പോൾ ബയോളജി ആണെങ്കിൽ മിസ് ഉണ്ടാകും, ഫിസിക്സിനാണെങ്കിൽ ലെക്ചർ ഉണ്ടാകും, അതുപോലെ തന്നെ മാത്സ് കെമിസ്ട്രിയിലാണെങ്കിൽ നമ്മുടെ മിഥില മിസ് ഉണ്ടാകും. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ആ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാൻ ഞങ്ങളുടെ വീഡിയോ സൊല്യൂഷൻസ് ഉണ്ട്. പ്ലസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ ക്വസ്റ്റ്യൻസ് തരും, അതിൻ്റെ സൊല്യൂഷൻ തരും. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വെറും 6,000 റുപ്പീസിനാണ്. അഗ്നിയും കിട്ടും, പ്ലസ് നീറ്റ് ആൻഡ് കീം കോച്ചിങ് കിട്ടും. എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാം. പക്ഷേ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഈ 6,000 മാറി 9,000 ആകും.
അപ്പോൾ അത് നമുക്ക് കുറച്ച് വിഷമം ഉണ്ടാക്കും അല്ലേ, ഇത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൂടിയില്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു വിഷമം എൻ്റെ മക്കൾക്ക് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യമുള്ളവരാണ് ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ എക്സാമിനറിലൊക്കെ പഠിപ്പിക്കുന്ന പോലെ ഒരു ടീച്ചർ ആവാനാണ്, അല്ലെങ്കിൽ കോളേജസിൽ സ്കൂളിലൊക്കെ ടീച്ചർ ആവാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്നുള്ളവർക്ക് നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്യാം. പക്ഷേ ഏത് തീരുമാനമാണെങ്കിലും ഒട്ടും വൈകിക്കരുത്. വൈകിച്ചു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലെ ബെസ്റ്റ് ഡിസിഷൻ എടുക്കും എന്നാണ് മിസ്സും വിചാരിക്കുന്നത്. അങ്ങനെ എടുത്തു എന്നുള്ളവർ മിസ്സിനെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുണ്ടാവും നമ്മളുടെ +1 അഗ്നി അല്ലെങ്കിൽ +1 പൃഥ്വി ബാച്ചിൽ നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ. ഞാൻ അതിനേക്കാളൊക്കെ മുകളിൽ എൻ്റെ മക്കളെ ഒന്നും മിസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അവസാനിപ്പിക്കുകയാണ്. ടാറ്റ ബൈ ബൈ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകും. ഓക്കെ, ഞങ്ങളുടെ മാക്സിമം നമ്മുടെ മക്കൾക്ക് വേണ്ടി തരും. അപ്പോൾ നമുക്ക് നമ്മുടെ അഗ്നി ബാച്ചിൽ കാണാം. ഓക്കെ.